വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും ഓട്ടോയിലും ഇടിച്ച് 4 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരനായ പ്രശാന്ത് കുമാറിന്റെ കാലറ്റു. ജനറൽ ആശുപത്രിക്ക് സമീപമാണ് അപകടം. കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായി സംശയം. കാറിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തു. രജീഷ് നരുക്കുനിയുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. രജീഷ്, എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്? എന്താണ് ഈ അപകടത്തിന് കാരണമായി എന്താണ് പറയുന്നത്? അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? ഇന്ന് വൈകിട്ട് 6:30 സംഭവം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും പാറ്റൂരിനും ഇടയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കാറ് ജനറൽ ആശുപത്രിയിൽ നിന്നും പാറ്റൂരിലേക്ക് പോകുകയായിരുന്നു. ആ സമയത്ത് നിയന്ത്രണം വിട്ട് ഡിവൈഡ് ഇടിച്ച് തൊട്ട് മറുവശത്തുള്ള റോഡിലേക്ക് പോയാണ് ഈ അപകടം ഉണ്ടായത്. പാറ്റൂർ ഭാഗത്തു നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന ഓട്ടോയിലും ആദ്യം ഇടിച്ചു. തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന ബൈക്കിലും ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചത്. ബൈക്ക് യാത്രക്കാരനായിരുന്നു പ്രശാന്തിന്റെ കാറാണ് അറ്റത്തെറിച്ച് തൊട്ടപ്പുറത്തുള്ള ഒരു മതിക്കെട്ടിനപ്പുറത്തുള്ള സെമിത്തേരിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും ഉടനെ തന്നെ പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. കാറിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നതാണ് പോലീസിന് നമുക്ക് അറിവായിട്ടുള്ള വിവരം. ഇവർ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ടെന്ന പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. കാറിനകത്ത് നിന്ന് മദ്യക്കുപ്പികളും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ഥിരം അപകട മേഖലയാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, രജീഷ് നരുക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.